ഓം ശാന്തി. ഒരു വ്യക്തിയുടെ ജീവിത വിജയം എന്തിൻ്റെ ആധാരത്തിലാണ്? ബാല്യകാലത്തിൽ അനുഭവിച്ച കർമ്മങ്ങളുടെ ആധാരത്തിലാണോ, അതോ അയാളുടെ ജീവിത സാഹചര്യങ്ങളും പാരൻസിൻ്റെയൊക്കെ ആധാരത്തിലാണോ, അതോ മറ്റു വല്ലതിൻ്റെയും ആധാരത്തിലാണോ? ഇതിനെക്കുറിച്ച് എഴുതിയൊരു പുസ്തകമാണ് കോമ്പൗണ്ട് എഫക്റ്റ്. ഡെർവിൻ ഹാർഡ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എഴുതിയ പുസ്തകമാണത്. ആ പുസ്തകത്തിൻ്റെ ആധാരത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ബാല്യമോ മാതാപിതാക്കളോ ഗൃഹാന്തരീക്ഷമോ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ചോയ്സുകൾ, അതാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ആധാരമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ ഓഫീസിൽ നിന്ന് വരികയാണ്. അയാൾക്ക് വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് വന്ന് സ്വസ്ഥമായി റെസ്റ്റ് എടുക്കാം, റിലാക്സ് ചെയ്യാം, കുറച്ച് TV ഷോകൾ കാണാം, സമയം ചിലവഴിക്കാം. മറിച്ച് ഓഫീസിൽ നിന്ന് വരുമ്പോഴും തന്നെ ജിമ്മിൽ പോകുകയെ, മെഡിറ്റേഷൻ സെൻറ്ററിൽ പോകുകയെ, അങ്ങനെ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയൊക്കെ അവർക്ക് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾ എപ്പോഴാണോ വീട്ടിൽ വരുന്നത്, വീട്ടിലുണ്ടാകുന്ന ഗൃഹാന്തരീക്ഷത്തിൽ എന്തെങ്കിലും ഭാര്യയുമായി തർക്കം വന്നു, ലഹളയുണ്ടായി, ഒരു വലിയ സംഘർഷത്തിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം. മറിച്ച് ഒരു വലിയ സംഘർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ തർക്കം കഴിഞ്ഞു, ഭാര്യയെ ഒന്ന് ഹഗ് ചെയ്തുകൊണ്ട് ആ ഒരു അന്തരീക്ഷം ഊഷ്മളമാക്കിക്കൊണ്ട് വീട്ടിൽ വീണ്ടും സോഫ്റ്റായ അന്തരീക്ഷം കൊണ്ടുവരാം, സംബന്ധങ്ങളെ ഉറപ്പിക്കാം. രണ്ടും നിങ്ങളുടെ കയ്യിലാണുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ ഡെവലപ്പ് ചെയ്യാം, ശരീരത്തിന് ആരോഗ്യമുള്ളതാക്കാം. അതേസമയം നിങ്ങളുടെ ജീവിതത്തിന് ഹെൽത്ത് ഒന്നുമില്ലാതെ സാധാരണ രീതിയിൽ സമയം ചെലവഴിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ സംബന്ധങ്ങളെ ഊഷ്മളമാക്കാം, ശക്തിപ്പെടുത്താം. അല്ലെങ്കിൽ ഭാവിയിൽ മകളോട് എന്തിനാണ് ഞാൻ നിൻ്റെ അമ്മേനെ ഡൈവോഴ്സ് ചെയ്തത് എന്ന് കഥ പറഞ്ഞു കൊടുക്കാം. എല്ലാം നിങ്ങളുടെ കൈകളിലാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ചോയ്സുകൾ അത് വലിയ വലിയ ആഘാതങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും എന്ന് നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 3 വ്യക്തികളുടെ ജീവിത സാഹചര്യത്തിലൂടെ വളരെ രസകരമായി ഇതിനെതിരെ വർണ്ണിച്ചിട്ടുണ്ട്. അജയ്, വിജയ്, സഞ്ജയ് എന്ന് പറയുന്ന 3 വ്യക്തികൾ, 3 ചെറുപ്പക്കാരാണ്. 3 പേരും സാധാരണ വരുമാനത്തിൽ ജീവിക്കുന്ന, ജോലിയുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന 3 ചെറുപ്പക്കാർ. അതിൽ സഞ്ജയ് തൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായ ചെറിയ ചെറിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒന്നാമത്തത്, അയാൾ ദിവസവും 10 പേജ് വായിച്ചതിന് ശേഷം ഉറങ്ങണം എന്നൊരു ചെറിയ പോസിറ്റീവായ സ്വഭാവം അഡാപ്റ്റ് ചെയ്തു. ദിവസവും 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വീഡിയോ, ഓഫീസിൽ പോകുമ്പോഴും ഓഫീസിൽ വരുമ്പോഴും 2 വീഡിയോ കാണുന്നൊരു ശീലം അയാൾ ഡെവലപ്പ് ചെയ്തു. ദിവസവും കഴിക്കുന്ന ആഹാരത്തിൽ 125 കലോറി കുറച്ച് ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു തീരുമാനം എടുത്തു. ആ രീതിയിലൊരു തീരുമാനം നടപ്പിലാക്കി. അതുപോലെ തന്നെ ദിവസവും 2 ലിറ്റർ വെള്ളം കുടിച്ച് ശരീരത്തിനെ ആരോഗ്യമാക്കുന്നതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ദിവസവും അദ്ദേഹം എക്സ്ട്രാ 2000 സ്റ്റെപ്പ് നടന്നുകൊണ്ട് ഹെൽത്തിനെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ദിവസവും താൻ വിളിക്കുന്ന തൻ്റെ കസ്റ്റമേഴ്സിനെ, പുതിയ 2 കസ്റ്റമറെങ്കിലും ഒരു ദിവസം കൂടുതൽ വിളിക്കും. ആ രീതിയിൽ പുതിയൊരു തീരുമാനം കൊണ്ടുവന്നു. അങ്ങനെ തൻ്റെ ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധിച്ചു. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ തിരക്കിൻ്റെ ഇടയിലും ഭാര്യയുടെ കൂടെ ഔട്ടിങ്ങിന് പോകുക, ഫാമിലിയായിട്ട് ഹാപ്പി ആവുക, ഇങ്ങനെ ഒരു പോസിറ്റീവായ 7 കാര്യങ്ങളെ ആ സഞ്ജയ് തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. വിജയ് സാധാരണ രീതിയിൽ എക്സ്ട്രാ ഒന്നും ചെയ്യാതെ സാധാരണ രീതിയിൽ ജീവിതം കൊണ്ടുപോയി. അജയ് അയാളുടെ ജീവിതത്തിൽ നെഗറ്റീവായിരിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഡെയിലി ചെയ്യാനായിട്ട് ആരംഭിച്ചു. ദിവസവും ലഞ്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ജങ്ക് ഈറ്റിംഗ്, ഒരു കഷ്ണം കേക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ ബർഗറോ, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ എക്സ്ട്രാ ഒരു ഈറ്റിങ്ങിൻ്റെ സ്വഭാവം അയാൾ ഡെവലപ്പ് ചെയ്തു. അതുപോലെ ഒരു ചെറിയ TV വാങ്ങി. അപ്പോൾ തനിക്കിഷ്ടമുള്ള ഷോ വൈകുന്നേരങ്ങളിൽ കാണാനായിട്ട് ആരംഭിച്ചു. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ജിമ്മിന് പോകാറില്ല. കാരണം വേറൊന്നുമല്ല, സമയം തികയുന്നില്ല. അതുകൊണ്ട് തൻ്റെ ഷോ കാണണം, വീട്ടിൽ കുറച്ച് സമയം ചിലവഴിക്കും, ഇതിലൊക്കെ ആകുമ്പോൾ സമയം തികയാറില്ല പലപ്പോഴും. അങ്ങനെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ജിമ്മ് മിസ്സാക്കാൻ തുടങ്ങി. അയാൾ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈവനിങ് വർക്കിന് പോകാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേഗം വീട്ടിലെത്തണം, TV കാണണം, അതിൻ്റെ ലഹരിയിൽ ഈവനിങ് വർക്ക് മിസ് ചെയ്യാൻ തുടങ്ങി. പലപ്പോഴും തിരക്ക് കാരണം പല പല കോളുകളും മിസ്സാവും. കണക്ക് നോക്കുമ്പോൾ ദിവസം 1-2 കോളുകൾ മിസ്സാവാൻ തുടങ്ങി. ഭാര്യയുടെ കൂടെ ഔട്ടിങ്ങിന് പോകുന്ന ആ ശീലമൊക്കെ മാറ്റി എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഒപ്പിച്ചുകൊണ്ട് സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ മാത്രം ഒഴിവാക്കാൻ തുടങ്ങി. ഇങ്ങനെ 3 പേരും അവരുടെ ജീവിതം നയിച്ചു. 31 മാസ കാലഘട്ടം ആ യാത്ര അവർ തുടരുകയാണ്. അതിൽ ആദ്യത്തെ 5 മാസം കഴിയുമ്പോൾ 3 പേരുടെ ജീവിതത്തിലും യാതൊരു മാറ്റവും കാണപ്പെടുന്നില്ല. 10 മാസം കഴിയുമ്പോഴും വലിയ വലിയ വ്യത്യാസമൊന്നുമില്ല. 3 പേരും ഒരുപോലെ തന്നെ
യാത്ര തുടരുകയാണ്. 20 മാസം കഴിയുമ്പോഴേക്കും ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. സഞ്ജയ് പ്രത്യേക മാറ്റങ്ങളൊന്നും വലുതായി കണ്ടില്ലെങ്കിൽ പോലും തൻ്റെ മനഃശക്തി കൊണ്ട് പിടിച്ചു നിന്നുകൊണ്ട് താൻ എടുത്ത പോസിറ്റീവായ തീരുമാനങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അജയനും വലിയ മാറ്റങ്ങളൊന്നുമില്ല, അയാളും കാണത്തക്ക വിധ പ്രത്യാഘാതങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ മുറുമുറുപ്പുകളൊക്കെ ഉണ്ട്, എങ്കിലും അയാളും ഹാപ്പിയായി ജീവിച്ചു പോകുന്നുണ്ട്. വിജയും അതെ, യാതൊരു പ്രോബ്ലമൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 31 മാസം കഴിഞ്ഞപ്പോഴേക്കും വളരെ വലിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. വിജയ് ഗവൺമെൻറ്റിനെ കുറ്റം പറയാനും ഗവൺമെൻറ് പോളിസികളെ പഴിചാരാനും തുടങ്ങി. ജീവിതത്തിൽ പലപ്പോഴും എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാത്തൊരവസ്ഥയിലേക്ക് പതറിപ്പോകുന്ന അവസ്ഥയിലായി. അജയിൻ്റെ ജീവിതത്തിലാണെങ്കിൽ വളരെ വലിയ വലിയ പ്രത്യാഘാതങ്ങളായി. ദിവസവും ബർഗറും കേക്കും ജങ്ക് ഫുഡ് ഈറ്റിങ്ങും ആയിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം 15 കിലോ വെയിറ്റ് കൂടുതലായി. അദ്ദേഹത്തിൻ്റെ ബോസ് അദ്ദേഹത്തിനെ മോട്ടു മോട്ടു എന്ന് വിളിച്ച് കളിയാക്കുന്ന, തടിയൻ എന്ന് പറയുന്ന തമാശയ്ക്ക് അങ്ങനെ വിളിക്കുന്ന അവസ്ഥയിൽ ഒരു വലിയ തടിയനായി മാറി. ശരീരാണെങ്കിൽ രോഗങ്ങളുടെ കലവറകളായി തുടങ്ങി, പല പല രോഗങ്ങളായി. ദിവസവും 2 കോളുകൾ മിസ്സാക്കിയിട്ടേ ഉള്ളൂ. പക്ഷേ 31 മാസം ആകുമ്പോഴേക്കും 1800-ലധികം കോളുകൾ അദ്ദേഹം മിസ്സാക്കി. റിസൾട്ട് എന്തായി? ബിസിനസ് വളരെ ഫ്ലോപ്പായി, അതിൽ നിന്ന് തകരുന്ന അവസ്ഥയിലായി. സംബന്ധങ്ങളാണെങ്കിൽ ഡൈവോഴ്സിൻ്റെ വക്കിലെത്തുന്ന അവസ്ഥയിലായി. ജീവിതത്തിൽ ചെറിയ ചെറിയ ആ ഒരു നെഗറ്റീവായ കർമ്മങ്ങളുടെ എഫക്റ്റ് ജീവിതത്തിനെ പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത വലിയ വലിയ പ്രത്യാഘാതങ്ങളിൽ കൊണ്ടെത്തുന്നൊരവസ്ഥയിലെത്തി. നെഗറ്റീവ് ആക്ഷൻസിൻ്റെ കോമ്പൗണ്ട് എഫക്റ്റ് ജീവിതം ഒരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അജയിൻ്റെ ജീവിതം. സഞ്ജയ് ആകട്ടെ ഈ 31 മാസം കൊണ്ട് 47 പുസ്തകങ്ങൾ വായിച്ചു തീർത്തു, 465 മണിക്കൂർ വീഡിയോസ് കണ്ടു. പുസ്തകങ്ങൾ വായിക്കുകയും നല്ല പോസിറ്റീവായ മോട്ടിവേഷണൽ വീഡിയോസ് കാണുകയും ചെയ്ത് അദ്ദേഹം നോളജ് സംഭരിച്ചു, വിസ്ഡം വർദ്ധിപ്പിച്ചു, ക്രിയേറ്റീവായി. ദിവസവും തൻ്റെ ഫുഡിൽ നിന്ന് 125 കലോറി വീതം കുറച്ച് അതിൽ തുടർച്ചയായി അധ്വാനിച്ചതുകൊണ്ട് തന്നെ 15 കിലോ വെയിറ്റ് കുറഞ്ഞു. സ്ലിം ആൻഡ് ബ്യൂട്ടിഫുള്ളായി എനർജറ്റിക്കായി ഇപ്പോഴും തൻ്റെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ദിവസവും 2 ലിറ്റർ വെള്ളം കുടിക്കുന്നതിലൂടെ 3720 ഗേലൻ വെള്ളം കുടിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിനെ രോഗവിമുക്തമാക്കി ഹെൽത്തിയായി സൂക്ഷിച്ചു. അതുപോലെ തന്നെ ഡെയിലി വാക്കിങ്ങും ചെയ്ത് ഹെൽത്തിനെ വളരെ ഹെൽത്തിയായി സൂക്ഷിച്ചു. ഇതുപോലെ അദ്ദേഹം ഡെയിലി 2 കോളുകൾ വിളിച്ച് 31 മാസം കൊണ്ട് 1800 കോളുകൾ ചെയ്ത് ബിസിനസ് ഫ്ലറിഷായി. നല്ല ഇൻകം, നല്ല കസ്റ്റമേഴ്സ്, എല്ലാം കൊണ്ടും ജീവിതം ഒരു സന്തോഷമായി മാറി. ഒപ്പം തന്നെ അദ്ദേഹം ആഴ്ചയിൽ ഒരിക്കൽ വൈഫിനെയുമായി ഔട്ടിങ് കൊണ്ടുപോയി. 31 മാസം കൊണ്ട് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 124 പ്രാവശ്യം വൈഫുമായി ചുറ്റിക്കറങ്ങാനും സന്തോഷിക്കാനും പോയി. ഫാമിലി റിലേഷൻ സ്ട്രോങ് ആയി. ജീവിതത്തിൽ അത്രയ്ക്കധികം സന്തോഷം ചെറിയ ഒരു ശ്രദ്ധയിലൂടെ സഞ്ജയ് നേടിയെടുത്തു. 3 പേരുടെയും ജീവിതം 31 മാസം കഴിയുമ്പോഴേക്കും ചെറിയ ചെറിയ കർമ്മത്തിൻ്റെ കോമ്പൗണ്ട് എഫക്റ്റ് വന്ന സമയത്ത് അതനുഭവിക്കുമ്പോൾ ഒരാൾ അങ്ങേയറ്റം വിജയത്തിലും മറ്റൊരാളുടെ ജീവിതം തകർന്നും മറ്റൊരാൾ മറ്റുള്ളവരെ കുറ്റം പറയുന്ന അവസ്ഥയിലെത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ വിജയം നേടാൻ ഇത്ര ചെറിയ ചെറിയ ശ്രദ്ധയെ ആവശ്യമുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും വിജയം നേടാൻ പരിശ്രമിക്കാത്തത്? ഈ പുസ്തകത്തിൽ വളരെ മനോഹരമായി അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട്. 4 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴും വിജയത്തിൽ നിന്ന് പിന്നിലായി നിൽക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളുടെ റിസൾട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അനുഭവമാകില്ല. ഉദാഹരണത്തിന് ഒരാൾ ചൂടുള്ള കേക്ക് കഴിക്കുകയാണ്, മറ്റൊരാൾ വെറും ഒരു ഗ്ലാസ് വെള്ളം കഴിക്കുകയാണ്. ചൂടുള്ള കേക്കിൻ്റെ ആ ഒരു ആസ്വാദ്യമായ നിമിഷങ്ങൾ കാണുമ്പോൾ അതുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് വെറും വെള്ളം കുടിക്കുന്ന ആൾക്ക് ആ വെള്ളം യാതൊരു രുചിയുമില്ല. പക്ഷേ എന്നാലും ഡയറ്റിനെ കുറിച്ചുള്ള കോൺഷ്യസ് കൊണ്ട് അയാൾ ആ വെള്ളം കുടിക്കുന്നു എന്ന് മാത്രം. കഴിക്കുന്ന സമയത്ത് ഒരു ദിവസം കേക്ക് കഴിച്ചതുകൊണ്ട് തടി കൂടുന്നില്ല, അല്ലെങ്കിൽ ഒരു ദിവസം സിഗരറ്റ് വലിച്ചതുകൊണ്ട് നിങ്ങൾ ക്യാൻസർ വരുന്നില്ല. നിരന്തരമായി കേക്ക് കഴിക്കുകയും നിരന്തരമായി നമ്മൾ ചെയ്യുമ്പോഴാണ് അത് നമുക്ക് 31 ആഴ്ചയിലെ കർമ്മം കഴിയുമ്പോഴാണ് നിങ്ങളുടെ ശരീരത്തിന് ഓവർ വെയിറ്റ് ആക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അതിൽ മാത്രം ഉറച്ചു നിൽക്കാനുള്ള മനോബലം നിങ്ങൾ ശേഖരിക്കുന്നതിലൂടെ 31 ആഴ്ച കഴിയുമ്പോഴും നിങ്ങൾ ഹെൽത്തി, സ്ലിം ആൻഡ് ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അപ്പോൾ ഏതൊരു ചെറിയ കാര്യം തത്സമയം റിസൾട്ട് തരുകയാണ് എങ്കിൽ നമ്മളെല്ലാവരും തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ചെറിയ ചെറിയ നെഗറ്റീവ് കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വിമുഖരാകും. പക്ഷേ
ആ സമയത്ത് നമുക്ക് ആർക്കും യാതൊരു പ്രഭാവവും അതിൻ്റെ കാണില്ല. നിരന്തരം ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രഭാവം കാണുക. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളുടെ കാലഘട്ടങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആ ഒരു കോമ്പൗണ്ട് എഫക്റ്റ് അതിനെക്കുറിച്ചുള്ള ബോധവാന്മാരല്ലാത്തത് കൊണ്ടാണ്, അഥവാ അപ്പം തന്നെ ഫലം കാണാത്തത് കൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് വിമുഖരായിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സ്വയം വഞ്ചിച്ചു പോകുകയാണ്. ഒരു ചെറിയ, നിങ്ങളിപ്പോൾ ലോസ് ആഞ്ചലസിലേക്ക് ഒരു ഫ്ലൈറ്റ് പൊങ്ങുകയാണെന്ന് വിചാരിച്ചോളൂ. 1 ഡിഗ്രി അതിൽ നിന്ന് അത് ഓഫ് ട്രാക്കായി സഞ്ചരിച്ചാൽ അത് ലോസ് ആഞ്ചലസിൽ എത്തുന്നതിന് പകരം വേറെ ഏതോ ഐലൻഡിൽ പോയി ഇറങ്ങിയിട്ടുണ്ടാവും. ഇതുപോലെ തന്നെയാണ് ജീവിതയാത്രയിലും 1 ഡിഗ്രി ഓഫ് ട്രാക്കായി നമ്മൾ സഞ്ചരിക്കുമ്പോൾ അത് ലക്ഷ്യത്തിൽ നിന്ന് എത്രയോ വിദൂരത്തിൽ പോയിട്ടുണ്ടാവും. ഒരു ദിവസം ചെയ്യുന്ന സമയത്ത് ആ ദിവസം ചെയ്തു അത് തെറ്റായി നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ടു ഡു ലിസ്റ്റ് ഡെയിലി ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആ ടു ഡു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ്, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അത് ഓഫ് ട്രാക്ക് ആയാലും വീണ്ടും നമുക്ക് ഓൺ ട്രാക്കിലേക്ക് വരാനും യാത്ര ലക്ഷ്യത്തിലേക്ക് തുടർന്നു പോകാനും നമുക്ക് സാധിക്കും. അതുപോലെ മൂന്നാമത്തെ പോയിൻ്റ്, പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന സന്തോഷം. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് സ്വഭാവം, നമ്മുടെ ചോയ്സ് നെഗറ്റീവ് ആകാം, പക്ഷെ അതിലുണ്ടാകുന്ന ആനന്ദം വളരെയധികം ആയിരിക്കും. ചോയ്സ് വളരെ ശരിയായിരിക്കാം, പക്ഷേ അത് നമുക്ക് ഒരുപാട് ടെൻഷനും അല്ലെങ്കിൽ അസ്വസ്ഥതയും തരുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴാണോ നമ്മളൊരു ചോയ്സ് ഇമ്മീഡിയറ്റ് നമുക്ക് സന്തോഷം തരാതിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചോയ്സിനെ മിക്കപ്പോഴും സെലക്ട് ചെയ്യാറില്ല. മഹാന്മാരൊക്കെ തന്നെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു ചോയ്സ് ആണെങ്കിലും പെട്ടെന്ന് അതിൽ സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ പോലും അവരുടെ തീരുമാനം എന്താണോ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. നമുക്ക് കേക്കും വെള്ളവും കഴിക്കുന്ന ഉദാഹരണം എടുത്താൽ തന്നെ അറിയാം. കേക്ക് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ആനന്ദം അത് തത്സമയത്തിൻ്റെയാണ്, ചെറിയ പ്ലഷറാണ്. പക്ഷേ ലോങ് ടൈമിൽ നിങ്ങൾക്കത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. വെള്ളം മാത്രം കുടിക്കുമ്പോൾ ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് വിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യേണ്ടി നിർത്തേണ്ടി വരും. പക്ഷേ ലോങ് ടൈമിൽ വലിയ ബെനിഫിറ്റാണ്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആ ഒരു ഗ്രാറ്റിഫിക്കേഷൻ, സന്തോഷം, അതിൽ നിന്ന് നമ്മൾ അത് കിട്ടാത്തത് കൊണ്ട് പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ടും വിജയത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകാറുണ്ട്. നാലാമത്തെ കാര്യം, എല്ലാ കാര്യങ്ങളും ഈസിയായി തോന്നുമെങ്കിലും ചെയ്യുന്ന സമയത്ത് അത് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ചെറുതായിരിക്കാം, പക്ഷെ നിരന്തരം ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ബോറടിക്കും. ഒരു ചെറിയ ട്രെയിനിങ്ങിന് തന്നെ നമ്മളെ എന്നും ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് പലപ്പോഴും നമുക്ക് ബന്ധനമായി തോന്നാം. പക്ഷെ ആ ബന്ധനത്തിനെ പോലും അത് ജീവിതത്തിൽ കൊണ്ടുവരേണ്ട അത്യാവശ്യമാണെന്നൊരു വിൽ പവർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വൈ പവർ, എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യേണ്ടത്, ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് മനസ്സുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് ഈ 4 കാര്യങ്ങളുമാണ് നമ്മളെ വിജയത്തിൽ നിന്ന് വളരെ വിദൂരത്തിലാക്കുന്നത്. ഈ 4 കാര്യങ്ങളും ഹീൽ ചെയ്യുകയാണ് എങ്കിൽ, മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കർമ്മത്തിൻ്റെ, പോസിറ്റീവ് കർമ്മത്തിൻ്റെ കൊച്ചു കൊച്ചു സംഭരണത്തിലൂടെ അതിൻ്റെ കോമ്പൗണ്ട് എഫക്റ്റ് അനുഭവിക്കാനും ജീവിതം വിജയിയാക്കാനും സാധിക്കട്ടെ. ഓം ശാന്തി.